ഫെമ ചട്ടം ലംഘിച്ച് ശ്രീഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് 592.54 കോടി രൂപ വിദേശത്ത് നിന്ന് സ്വീകരിച്ചുവെന്ന് ഇ ഡി വ്യക്തമാക്കുന്നു. വിദേശത്തു താമസിക്കുന്ന ഇന്ത്യക്കാരെ വരിക്കാരാക്കിയുള്ള ചിട്ടികളിലാണ് പണമിടപാടും ചട്ടലംഘനവും. 371.80 കോടി രൂപ പണമായും 220.74 കോടി ചെക്കായും സ്വീകരിച്ചു. ചട്ടം ലംഘിച്ച് വിദേശത്തേക്ക് പണം കൈമാറുകയും ചെയ്തിട്ടുണ്ട്. വിദേശത്ത് നിന്ന് ലഭിച്ച പണം ഉപയോഗിച്ച് ഗോകുലം ഗോപാലൻ സിനിമ നിർമ്മിച്ചിട്ടുണ്ടോ, മറ്റേതൊക്കെ സ്ഥാപനങ്ങളിൽ നിക്ഷേപമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഇ ഡി പരിശോധിക്കും. കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള ഗോകുലത്തിന്റെ വിവിധ ഓഫീസുകളിൽ ഇന്നലെയും ഇന്നുമായാണ് ഇ ഡി പരിശോധന നടത്തിയത്. സാധൂകരിക്കുന്ന രേഖകൾ ഇല്ലാത്തതിനാലാണ് 1.5 കോടി രൂപ പിടിച്ചെടുത്തത്. അതേസമയം എമ്പുരാൻ സിനിമയുടെ നിർമ്മാണ പങ്കാളി എന്ന നിലയിൽ ചിത്രത്തിന്റെ നിർമ്മാതാവായ ഗോകുലം ഗോപാലനെ ഭയപ്പെടുത്തി ഒതുക്കാനുള്ള BJPയുടെ രാഷ്ട്രീയ നീക്കമാണ് റെയ്ഡെന്ന ആക്ഷേപമുണ്ട്. സിനിമയിൽ തങ്ങൾക്ക് രാഷ്ട്രീയമായി ദോഷം ചെയ്യുന്ന രംഗങ്ങൾ ഉൾപ്പെടുത്തിയത് ചോദ്യം ചെയ്ത് BJPയും സംഘപരിവാറും രംഗത്തെത്തി. ഇതോടെ പല ഭാഗങ്ങളും വീണ്ടും എഡിറ്റ് ചെയ്താണ് തിയേറ്ററുകളിൽ എത്തിച്ചത്. ഇതിനു പിന്നാലെയാണ് നിർമ്മാതാവിന്റെ സ്ഥാപനങ്ങളിൽ ഇ ഡി റെയ്ഡ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.